ഒരിക്കൽ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് സങ്കടം പറയുന്നു, നബിയേ, എന്റെ മദ്ഹബ് തേഞ്ഞുമാഞ്ഞു കൊണ്ടിരിക്കുകയാ. കാരണം ബാക്കിയുള്ള മദ്ഹബിന്റെ ഇമാമിങ്ങളെല്ലാം എന്റെ ഉസ്താദുമാരാ. അതുകൊണ്ട് ഉസ്താദുമാരുടെ മദ്ഹബ് അംഗീകരിക്കാനാണ് ജനപ്രവാഹമുള്ളത്. എന്റെ മദ്ഹബിന് ആളില്ല. അതുകൊണ്ട് ഈ സദസ്സിന്റെ ഒരറ്റത്തിരിക്കുന്ന അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ എന്റെ മദ്ഹബിന്റെ മുഖല്ലിദാക്കി മാറ്റണമെന്ന് റസൂലുള്ളാഹിയോട് കംപ്ലൈന്റ് പറയുകയാണ്. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാഫിഈ മദ്ഹബുകാരനായി ജീവിച്ച മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിലൂടെ പറയുന്നു, നിങ്ങൾ ഇന്ന് മുതൽ ഹംബലി മദ്ഹബുകാരനാ. الشافعي فصرت الحنبلي بلا حجر لتحتاط بالخيرين معتدلا. ഒരു മദ്ഹബിൽ നിന്ന് മറ്റൊരു മദ്ഹബിലേക്ക് മാറുമ്പോൾ ആ മദ്ഹബിനെ കുറിച്ച് വിവരം വേണം. അത് 4 മദ്ഹബും ഒരുപോലെ വിവരമുള്ള മഹാപണ്ഡിതനാണ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ആ വർഷം ഹജ്ജിന് പോകുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വർഷം ഹജ്ജിന് പോകുന്ന സമയത്ത് പഴയ കാലത്ത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് 4 മുസല്ലയുണ്ടായിരുന്നു. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്ക് നിസ്കരിക്കാൻ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെ തുടർന്ന് നിസ്കരിക്കാനുള്ള ഒരു കണ്ടീഷൻ. 4 ഭാഗത്തും കഅബയുടെ 4 മുറ്റത്തും 4 മുസല്ലയുണ്ടായിരുന്നു. ശാഫിഈ മുസല്ല, ഹംബലി മുസല്ല, ഹനഫി മുസല്ല, മാലികി മുസല്ല. എന്നാൽ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വരുന്നുണ്ടെന്ന വിവരം കേട്ടിട്ട് നാടുകളെ ജനങ്ങളങ്ങിറങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങള്, കാരണം മഹാനവരുടെ ദുആയുടെ ഇജാബത്ത് അല്ലാഹുവിൽ ലഭിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടായി. ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്ത് കൊടുക്കാൻ നേരത്ത് മഹാനവരുകൾ ശാഫിഈ മുസല്ലയിൽ വന്നു നിൽക്കുമെന്ന പ്രതീക്ഷയിലാ ജനങ്ങള്. പക്ഷേ ഇഖാമത്തിന്റെ സ്വരം കേട്ടപ്പോൾ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വന്നു നിന്നത് ഹംബലി മുസല്ലയിലാണ്. ശാഫിഈ മുസല്ലയിൽ നിൽക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാ ജനങ്ങളും ശാഫിഈ മുസല്ലയിൽ വന്നു നിന്ന് തന്റെ മൗമൂമായി തുടരാനുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അതാ ഇഖാമത്ത് കഴിഞ്ഞിട്ട് ഉടനെ ഇതാ ഹംബലി മുസല്ലയിലേക്ക് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഓടുകയാ. ഇത് കണ്ടപ്പോൾ ജനങ്ങളെല്ലാവരും ഹംബലി മുസല്ലയിലേക്ക് ഓടി. ഹംബലിക്കാരനാണോ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു എങ്കിൽ ഇന്ന് മുതൽ ഞാനും ഹംബലി മദ്ഹബുകാരനാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനവരുകൾ ഹംബലി മദ്ഹബുകാരനായതുകൊണ്ട് ലോകത്ത് ഒരുപാട് ആളുകൾ ഹംബലി മദ്ഹബിലേക്ക് വന്നുവന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ടാണ് മുഹയ്യിദ്ദീൻ എന്ന പേര് വരാനുള്ള കാരണമെന്ന് പ്രിയപ്പെട്ടവരെ ചില പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ്. അബ്ദുൽ ഖാദിർ എന്ന പേരുള്ള മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് മുഹയ്യിദ്ദീൻ എന്ന സ്ഥാനപ്പേര് കിട്ടാനുള്ള കാരണം